കുറവുണ്ടല്ലോ. കുട്ടനോടെ? കുട്ടനെ ഈറ്റ് കാണില്ല. ഈശ്വരാ, ആ ചെക്കനൊന്നൊരു മീറ്റിംഗ് ഉള്ളല്ലേ. ഞാൻ പോയി വിളിച്ചിട്ട് വരേ. എന്താ കുട്ട 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 എണീക്കടാ മോന്റെ. എന്താ അമ്മ? എടാ നിനക്കെന്തൊരു മീറ്റിംഗ് ഉള്ളല്ലേ? അത് ആഫ്റ്റർനൂണിനാണ്, രാവിലെ ഒന്നല്ല. ഒരുത്തണീപ്പിച്ചോണ്ട് എന്തായാലും നീറ്റല്ലേ. പോയി പല്ലേച്ച് ചായ എടുത്തേക്കാം, എന്നിട്ട് വന്ന് കിടന്നു. ഞാൻ വരാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് ഓഫീസിൽ പോയല്ലേ? ഇല്ല, ഇന്ന് ഹാഫ് ഡേ ലീവാ. ആഫ്റ്റർനൂണിനൊരു മീറ്റിംഗ് മാത്രമേ ഉള്ളൂ. താനിന്ന് ഹോസ്പിറ്റലിൽ പോയല്ലേ? ഇല്ല, ഇന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാ. ഓ അപ്പൊ താ ഫ്രീ ആണോ? 5 മണി വരെ. എന്നാ ഞാൻ അങ്ങോട്ട് വരട്ടെ? എന്തിന്? അല്ല, വെറുതെ നമുക്കൊരു ഔട്ടിങ്ങിനൊക്കെ പോയിട്ട് വരാം. എന്നാ ഓക്കെപ്പോ. എന്നാ ഒരു 5 മിനിറ്റ് ഞാൻ അങ്ങോട്ട് വരാം. അല്ല, ഇപ്പൊ തന്നെ പോവാണോ? പിന്നെ ഒരു 9 മണിക്കായിട്ട് പോയപ്പോരെ? 8 മണി ലേറ്റുള്ളൂ. നീ പോയി ആദ്യം ചായ കുടിക്കാൻ നോക്ക്. ഓക്കെ, എന്നാ ഞാൻ 9 മണിയാകുമ്പോ വരാം. റെഡി ആയിക്കണേ. ഓക്കെ. അമ്മ, ഞാനൊന്നും പുറത്തോട്ട് വരെ. ചായ അടിച്ചിട്ട് പോ. വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോണ്ട്. എങ്ങോട്ടാണ് രാവിലെ തന്നെ ചായത്തുള്ളി? അവനെ കാണാൻ പോവാ. അർജുനെ. വെറുതെ അല്ല മുഖത്ത് ഇത്ര തെളിച്ച. അല്ല, എങ്ങോട്ടാ പോകുന്നേ? അത് ശരി, എന്നാ പോയിട്ട് വാ. കണ്ണേട്ടാ ഒന്ന് ഇറങ്ങി, എനിക്ക് ടൈം പോണു. വരുവാ, പോവാം. എപ്പ പോണം? വാ. സൂര്യ, എന്താ വിളിച്ച്? ഞാൻ അതിൽ മറന്നു. നീ മറന്നു? എന്നാ ശരി, ഞാൻ പോവാം. ബൈ. പോവാം. പോവാം. പക്ഷെ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? അതൊക്കെ ഉണ്ട്. സസ്പെൻസാ. എന്നൊക്കെ വണ്ടി വിടും. ഇതാണ് ഇവിടുത്തെ ഏറ്റവും പുതിയ കൂൾ ബാർ. ഇതെങ്ങനെ തനിക്കറിയാം? ഇത് ഞങ്ങളുടെ കൂൾ ബാറാണേ. തനിക്ക് ഈ കിട്ടുന്ന പൈസ ഒന്നും പോരിടൂ. എന്താണ് ബേബി അങ്ങനത്തെ ഇടൊക്കെ? ഒന്നുമില്ല. എന്നാ വാ കഴിക്കാം. നിനക്ക് വല്ല ഗേൾ ഫ്രണ്ട്സും ഉണ്ടോ? ഇല്ലല്ലോ. അപ്പം ഇന്നലെ അതാരാ? അതെൻ്റെ ഫ്രണ്ടാ, അല്ലാതെ എൻ്റെ ഗേൾ ഫ്രണ്ടൊന്നല്ല. അല്ല, നിനക്ക് വേറെ വല്ല ഗേൾ ഫ്രണ്ട്സോ ബോയ് ഫ്രണ്ട്സോ അങ്ങനെ വല്ലതും ഉണ്ടോ ചോദിക്കാം. അങ്ങനെയൊക്കെ ചോദിച്ചാ ഇതുവരെ ഇല്ല. സമാധാനം. എന്ത്? നമുക്ക് ഓർഡർ കൊടുക്കല്ലേ? വെയിറ്റർ, നിനക്കെന്താ വേണ്ട? ചിക്കൻ റോൾ ഉണ്ടോ? ഉണ്ട് സാർ. അതും പിന്നെ ഒരു സ്ട്രോബെറി ഷേക്കും. ഓക്കെ സാർ. സാറിന് എന്താ വേണ്ട? എനിക്കൊന്നും വേണ്ടോ? അതെന്ത് പറ്റി താൻ കഴിക്കാത്ത? ഒന്നുമല്ല, രാവിലെ ഫുഡും കഴിച്ചിട്ടില്ലല്ലോ. അതെങ്ങനെ തനിക്കറിയാം? ഒറ്റ മിനിറ്റ്, ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് പറയാം. ഓക്കെ സാർ. അല്ല, സാറിൻ്റെത് ഇപ്പോൾ ഓർഡർ കൊടുക്കട്ടെ? അത് കൊടുത്തോ. അല്ല, ഞാൻ രാവിലെ ഫുഡ് കഴിച്ചിട്ടില്ല എന്ന് ആര് പറഞ്ഞു? താൻ ഇറങ്ങിയ ടൈമിൽ അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ. എന്നാ എനിക്കുള്ള ഓർഡർ കൊടുക്കല്ലേ? കൊടുത്തിട്ടില്ല കൊല്ലും ഞാൻ. എന്നാ ഓക്കെ. എന്ത് സാർ? ഒരു ബനാന ഷേക്ക്. മാത്രം മതിയോ സാർ? മതി. പിന്നെ എങ്ങനെ പോകുന്നു യുവർ ലൈഫ്? എങ്ങനെ പോകുന്നു? താൻ കല്യാണം കഴിക്കില്ലടോ? പിന്നെ പറ്റിയ ഒരാളെ വരെ കിട്ടിയിട്ടില്ല. ഇനിയും ടൈമുണ്ടല്ലോ, അധികം പ്രായമൊന്നായിട്ടില്ലല്ലോ. അധികം വൈകാതാവും. അതിലെന്തോ ഒരു ഇതുണ്ടല്ലോ. ആരത്? എന്താ മോളെ എവിടെ? പുതിയ ഗോൾബാറല്ലേ, അതൊക്കെ ആരാന്ന് വിചാരിച്ചു. ഇതാണ് എന്റെ ബോയ് ഫ്രണ്ട് ആണോ? ബോയ് ഫ്രണ്ട് ഒന്നല്ല, എന്റെ ഏട്ടനാ.
സോറിടാ. അതൊന്നും വിഷയമല്ല. അല്ല ഇതാരാ? ഇതിന്റെ ഫ്രണ്ടാ. ഓ എന്നാ നടക്കട്ടെ, ഞാൻ എന്നാ പോട്ടെ. ഇത് സാർ നിങ്ങളുടെ ഓർഡർ. ആൽവിനെ ഹായ്. ഹായ്. താനെന്നാ തായ്ലാൻഡിൽ പോകണെന്ന് പറഞ്ഞേ? അടുത്ത ആഴ്ച. ഓക്കെ. എന്താ ഇവിടെ? വെറുതെ. ആണോ? എന്നാ ഞാൻ പോട്ടെ. ഓ പോയിക്കോ. ആൽവിൻ എന്താ അവൾ വന്നപ്പോൾ ഇത്ര ഗൗരവം? അവൾ എൻ്റെ കോളേജിലാണ് പഠിച്ചിരുന്നത്. ദ അൾട്രാ ലെവൽ കോഴി. കോളേജിലൊക്കെ പല ചെക്കന്മാരുമായിട്ട് തിങ്കോൾഫിണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ പൂത്ത പണം നിറഞ്ഞപ്പോൾ പിന്നാലെ കൂടി. ഇതേപോലെ വേറെയും കുറേ എണ്ണം ഉണ്ട്. ഏറ്റങ്ങളൊന്നും ഞാൻ മൈൻഡാക്കാത്ത. ഓ ഓ ഓ അപ്പോൾ പുറകെ കിടക്കാൻ ആൾക്കാരൊക്കെ ഉണ്ടല്ലേ. പിന്നെ അത് പൈസ കണ്ടിട്ടാണെന്ന് മാത്രം. അല്ല അവൾ പറഞ്ഞല്ലോ താൻ തായ്ലാൻഡിൽ പോകുന്നുണ്ടെന്ന്. നീ വരുന്നോ? ഞാൻ വന്ന ഹോസ്പിറ്റലിൻ്റെ കാര്യമായിരുന്നു നോക്കും. കുറച്ച് ദിവസം ലീവ് എടുക്കടാ. വേണ്ട, താൻ പോയിട്ട് വാ. ഓക്കെ. അല്ല താനെന്നാ പോന്നേ? 2 ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ അവളോട് ഒരാഴ്ച കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞത്. റിയൽ ഡേറ്റ് പറഞ്ഞുകൊടുത്താൽ ഞാൻ എത്തുന്നതിന് മുന്നേ അവൾ അവിടെ എത്തിയിട്ടുണ്ടാവും. പിന്നെ വേറൊരു കാര്യം, 2-3 ദിവസം കഴിഞ്ഞാൽ ഞാൻ തായ്ലാൻഡിലേക്ക് പോകും. എൻ്റെ കൂടെ നടക്കുന്നതുകൊണ്ട് നിന്നെ വളക്കാൻ അവൾ പഠിക്കില്ല. അതുകൊണ്ടൊന്ന് സൂക്ഷിക്കണമല്ലോ. ഓ ആയിക്കോട്ടെ. എന്നാൽ പിന്നെ നമുക്ക് ഇറങ്ങാമല്ലോ. എനിക്ക് 12:30 അവിടെ എത്തണം. 1 മണിക്കാണ് മീറ്റിംഗ്. അതിനെന്താ ഇറങ്ങാലോ. തന്നെ മീറ്റിംഗ് എപ്പോഴാണ് കഴിയും? അതങ്ങനെ കൃത്യമായിട്ടൊരു ടൈം പറയാൻ പറ്റില്ല. അതൊരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗാണ്. പിന്നെ പേഴ്സണലുമാണ്. ഇങ്ങനെ പേഴ്സണൽ മീറ്റിംഗ് ഒക്കെ വരുമ്പോൾ CEO അറ്റൻഡ് ചെയ്യേണ്ടത്, ചെയർമാൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പോകുന്നത്. അല്ലെ പാപ്പാനെ കൊണ്ട് അറ്റൻഡ് ചെയ്യിപ്പിച്ചാൽ മതിയായിരുന്നു. എന്നാൽ ശരി, നമുക്ക് ഇറങ്ങാം. വാ. പോവാണോ? കണ്ടിട്ട് എന്നാ തോന്നണേ? പോവാല്ലേ. ബൈ. ഗുഡ് ബൈ. ഇതാൽവിൻ്റെ ആരാ? ഇതെന്താ ആരായാലും നിനക്കെന്താ? അല്ല, ജസ്റ്റ് ഫണ്ണിന് ചോദിച്ചെന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നീ പറയണ്ട. വാടാ നമുക്ക് പോവാം. വെറുതെ ടൈം വേസ്റ്റ് ആക്കണ്ട. എന്തിനാണ് വെറുതെ അവൻ്റെ പിന്നാലെ പോയി എല്ലാം മാനം കൂടി കളയണേ? ഇനി മോളെ, ഈ ശ്രേയത്തിൻ്റെ പിന്നാലെ നടക്കണമെങ്കിൽ അതിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. പിന്നെ എന്തിനാ ക്വസ്റ്റ്യൻ? അല്ല അതൊക്കെ പോട്ടെ, നിന്റെ കോളേജിലുണ്ടായ അഫയറൊക്കെ അവനറിയില്ലേ? പിന്നെ നിന്നെ അവനെടുക്കുന്നു തോന്നുന്നുണ്ടോ? എടുത്തിട്ടില്ലെങ്കിൽ ഇടിപ്പിക്കാൻ ഈ ശ്രമിക്കാറിയാം. ഈ ടോപ്പിക് ഇവിടെ വെച്ച് നിർത്താം പ്ലീസ്. എനിക്ക് കേൾക്കാനാവാത്തോണ്ട. ഓക്കെ. അല്ല നിന്റെ കാര്യം എന്തായി? അത് അമ്പിലും വില്ലിനും എടുക്കൂലെന്ന് എനിക്ക് തോന്നണേ. നീ ഇങ്ങനെ അയ്യപ്പാവം കളിച്ച് അവനെ ഫ്രണ്ടായിട്ട് ബിഹേവ് ചെയ്ത് അവൻ്റെ പുറകെ ആണെന്ന് അവൻ എങ്ങനെ മനസ്സിലാവാനാ? ഇഷ്ടമാണെന്ന് പോയിന്ന് തുറന്ന് പറഞ്ഞു നോക്ക്. എങ്ങാനും അവൻ റിജക്റ്റ് ചെയ്താ വേറെ ആളെ നോക്കണം. അയ്യടാ, നിനക്ക് ആൽവിൻ എങ്ങനെയാണോ അതേമാതിരിയാണ് എനിക്ക് അർജുനും. ഇനിയിപ്പോൾ ഭൂമികൾക്കം വന്നാലും ഇവനെ ഞാൻ വിടുന്നു നീ പ്രതീക്ഷിക്കണ്ട. ഹലോ, എക്സ്ക്യൂസ് മീ. എന്തായാലും പൈസക്കല്ലേ, വേറെ എന്തിനാണല്ലോ. അതേടി, പൈസക്ക് എന്നെയാ. നിങ്ങൾക്കൊക്കെ പ്രാന്താണോ ഈ ചെക്കന്മാരെ പിന്നെ നടക്കാൻ? നിങ്ങളുടെ അച്ഛന്മാരൊക്കെ പൂത്ത പണമല്ലേ, പിന്നെ എന്തിനാ നിങ്ങൾക്ക് അവരെ? ഏടി, ഞങ്ങളുടെ ചെക്കന്മാരെ കയ്യിൽ ഞങ്ങളുടെ അച്ഛന്മാരെ കയ്യിലല്ലേ നിങ്ങൾക്ക് ഇരട്ടീൻ്റെ പണമുണ്ട്. പിന്നെ നമ്മുടെ അച്ഛന്മാരെ കയ്യിലുള്ളത് നമുക്ക് ഷെയർ ഇട്ട് എടുക്കണ്ടേ? ഇതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ, ഒറ്റയ്ക്ക് നമുക്ക് തന്നെ ഉണ്ടാവില്ലേ? എൻ്റെ മോളെ, എന്നൊക്കെ സമ്മതിക്കണം. താങ്ക് യു. അല്ലേടി, ഇനിയിപ്പോൾ ആൽവിനും അർജുനും സെറ്റാണെങ്കിലോ? അല്ല, ഞാനൊരു ഊഹം പറഞ്ഞെന്നുള്ളൂ. അവരുടെ നടപ്പും ഇതൊക്കെ കണ്ടിട്ട് അങ്ങനെ തോന്നണേ. പിന്നെ നീ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതുമില്ല. അങ്ങനെ വല്ലതുമാണെങ്കിൽ അത് ഞങ്ങൾ പൊളിച്ചടക്കും. അവരങ്ങനെ പ്രേമിച്ചടക്കണ്ട. ആൽവിന് ബൈ ബൈ. എവിടെയായിരുന്നു ഇത്രയും നേരം? അതാ അവൻ്റെ ഒപ്പം ഒന്ന് പുറത്തു പോയതാ. ആരപ്പം? ആൽവിൻ്റെ ഒപ്പം. അവൻ പണി തുടങ്ങി. എന്നാക്കെ മീറ്റിംഗ് തുടങ്ങിയോ? ഇല്ല സാർ, 5 മിനിറ്റ് മുന്നേ. എന്നാ വേം വാ. അച്ഛാ, എന്ത്? മീറ്റിംഗ് കഴിഞ്ഞിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഓക്കെ, നീ ഇപ്പോൾ പോയി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ നോക്ക്. എന്താ നിനക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞേ? അതച്ഛാ, എനിക്കൊരാളെ ഇഷ്ടമാണ്. ആരെ? അത് അർജുനെ. അർജുൻ? നിങ്ങൾ ഇന്നലെ ഞാൻ പരിചയപ്പെട്ടില്ലേ ഉള്ളൂ. അപ്പോഴേക്കും പരിചയപ്പെട്ടത് ഇന്നലെയാണെന്നുള്ളൂ. കാണാൻ തുടങ്ങിയത് ഇന്നലെ ഒന്നല്ല. നീ വേറെ എവിടെ വെച്ച് അവനെ കണ്ടിട്ടില്ല? അത് സാറിൻ്റെ വീട്ടിൽ നിന്നൊരു കോള്. അമ്മയെ വിളിക്കുന്നതെന്ന് തോന്നുന്നു. ഞാൻ വരാം. അല്ല, നീ ഇതൊന്നും അവനോട് പറയണില്ലേ? പറയണം. എന്ന് പറ്റുകയാണെങ്കിൽ നാളെ തന്നെ. മറ്റന്നാളെ ഞാൻ തായ്ലൻഡിൽ പോവല്ലേ?
അതിനു മുന്നേ അവനെ സ്വന്തമാക്കണം എനിക്ക്. അവൻ റിജക്റ്റ് ചെയ്താ അതെനിക്കറിയില്ല. കുറേ കാലമായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കണതാ. അവൻ റിജക്റ്റ് ചെയ്താ ബാക്കി അപ്പോൾ ഇതാണ് അമ്മ കല്യാണകാര്യം പറയുമ്പോൾ നീ ഒഴിഞ്ഞു മാറുന്നല്ലേ? എടാ, അർജുൻ സമ്മതിച്ചാലും അർജുൻ്റെ അച്ഛനും അമ്മയും സമ്മതിക്കുമെന്ന് എനിക്ക് തീരെ ഉറപ്പില്ല. അച്ഛൻ സമ്മതിക്കും. അവൻ എൻ്റെ ഫ്രണ്ടാ. അവൻ പാവ, അവൻ എനിക്കറിയാം. പക്ഷേ അവൻ്റെ അമ്മ അങ്ങനല്ല. ഈ ഗേ ലെസ്ബിയൻ എന്നൊക്കെ പറഞ്ഞ് അവൾക്ക് ഒരു ഇറിറ്റേഷനാണ്. സ്വന്തം മക്കളെ വരെ ഒഴിവാക്കാൻ അവൾ മടിക്കില്ല. അങ്ങനെ ഒഴിവാക്കുകയാണെങ്കിൽ ഞാൻ ഉണ്ടാവും അവൻ്റെ ഒപ്പം. ആദ്യം അവൻ അക്സെപ്റ്റ് ചെയ്യാൻ നോക്കട്ടെ, എന്നിട്ടല്ലേ അച്ഛനും അമ്മയും. എന്തായാലും നീ അവൻ്റെ അച്ഛനോടൊന്ന് പറഞ്ഞു നോക്ക്. അങ്ങേർക്ക് സമ്മതമാണെങ്കിൽ ഒന്നും നോക്കണ്ട, നീ അവനെ പ്രപ്പോസ് ചെയ്തോ. ഇനിയിപ്പോൾ അവൻ്റെ അച്ഛനെ ഞാൻ എവിടുന്ന് കാണും? എടാ, SM കമ്പനി അല്ലേ, അതിൻ്റെ CEO അല്ല അവൻ്റെ അച്ഛൻ. SM കമ്പനിയുടെ CEO? അതാണ് അവൻ്റെ അച്ഛൻ. പപ്പയുടെ ബിസിനസ് പാർട്ണറല്ലേ? എന്നാ ഞാൻ ഇപ്പം തന്നെ പോയോക്കിയാലോ? പോയോക്ക്, കിട്ടിയാൽ മതി, ഇല്ലെങ്കിൽ ചട്ടി. കരുന്നാക്കെടുത്ത് വളക്കല്ല അച്ഛാ. ഓ, എന്നാൽ പോയിട്ട് വരാം.